ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 SUVസിനെ പറ്റിയാണ്. ആൻഡ് ഇവിടെ നമുക്കറിയാം ഒരുപാട് വണ്ടികളൊക്കെ വലിയ വണ്ടികളൊക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV700 ആണ്. ഈ വണ്ടി കുറേ കാലമായിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്ന വാഹനമാണ്. 10,000-ത്തിനടുത്തൊക്കെ ആയിട്ട് സെയിൽ കിട്ടാറുണ്ട്. അത് ഇത്രയും വലിയൊരു വണ്ടിയാണ്, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എന്നൊക്കെ ആലോചിക്കണം. കഴിഞ്ഞ മാസം 9,100 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. നമ്മളിതിനെ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്ത് നവംബർ 2023 സെയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7,221 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത്. 1,879 വാഹനങ്ങളുടെ വ്യത്യാസം 26.02% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. ആൻഡ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടിയതായിട്ട് കാണാം ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2021 ഇറക്കിയപ്പോൾ തൊട്ട് ഇതുവരെ ഭയങ്കരമായിട്ടുള്ള വലിയ അപ്ഡേഷൻസ് ഒന്നും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. ചില ഫീച്ചേഴ്സൊക്കെ അവർ എടുത്ത് കളഞ്ഞു എന്നല്ലാണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ വാഹനം അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ഡിമാൻഡ് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പഴയതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത 11ാമത്തെ വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. സോണറ്റ് ആക്ച്വലി കുറച്ചുകൂടെ മുകളിൽ വരാനുള്ളൊരു വണ്ടിയായിരുന്നു. ബട്ട് എന്തായാലും 9th പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 9,255 വാഹനങ്ങൾ സെയിൽസ് ആണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. 2023 കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു സെയിൽ. 6,431 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 2,822 വാഹനങ്ങളുടെ വ്യത്യാസവും 43.87% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ഈ വാഹനത്തിന് നമ്മൾ ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിലും ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സോണറ്റ്. ഇനി അടുത്തായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സോണറ്റിൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ്, ഹ്യുണ്ടായി വെന്യൂ. വെന്യൂവിന് കഴിഞ്ഞ മാസം 9,754 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ നവംബർ 2023 11,180 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആകപ്പാടെ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വാഹനം ഇത് മാത്രമാണ്. 1,426 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 12.75% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യാത്ത തന്നെ ഒരുപാട് ഡീഗ്രോത്ത് വരാതെയാണ് നമ്മൾ ടോപ്പ് 14 ബെസ്റ്റ് സെല്ലിംഗ് കാർ കമ്പനീസ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇത് ഈ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിൽ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇയർ ഓൺ ഇയർ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ മന്ത് ഓൺ മന്തിൽ ഒക്ടോബർ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് ഭയങ്കര സെയിലായിരുന്നു വണ്ടികൾക്കെല്ലാം. പക്ഷേ നവംബർ ആയപ്പോഴേക്കും നല്ല വ്യത്യാസം വന്നു. ഏതായാലും ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഇതിന് കഴിഞ്ഞ മാസം 10,148 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ നവംബർ 2023 7,937 വാഹനങ്ങളുടെ സെയിൽസേ ഉണ്ടായിരുന്നുള്ളൂ. 2,211 വാഹനങ്ങളുടെ വ്യത്യാസം 27.86% ഗ്രോത്ത് റേറ്റ് നമുക്കിവിടെ കാണാം. ഇവിടെയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടോപ്പ് 3 ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നതിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഗ്രോത്ത് റേറ്റ് അത്യാവശ്യം നല്ല കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ക്രെറ്റ കഴിഞ്ഞാൽ പിന്നെ എബവ് 4 മീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയും ഇതാണ് എന്ന് പറയും. നമ്മൾ ഫുൾ സൈസ്, അതായത് പ്രോപ്പർ 4x4 വാഹനങ്ങളൊക്കെ വരുന്ന റിയർ വീൽ ഡ്രൈവ് ലാഡർ ഫ്രെയിം SUVs എടുത്തില്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഏതാ വണ്ടി ഞാൻ ഉദ്ദേശിച്ചതെന്ന്. തീർച്ചയായും നമ്മുടെ സ്കോർപിയോ തന്നെയാണ്. ഇതിന് കഴിഞ്ഞ മാസം 12,704 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ 2023 12,185 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 519 വാഹനങ്ങളുടെ വ്യത്യാസം 4.26% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വാഹനത്തിനാണെങ്കിൽ പോലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ വാഹനം സെയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 12,000-ത്തിനടുത്ത് ഈ വാഹനത്തിന് സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യമാണ്. പിന്നെ ചില മാസങ്ങളിൽ 14,000 15,000 വരെയൊക്കെ തന്നെ സെയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും 12,000-ന് മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മഹീന്ദ്രയുടെ XUV700 മുകളിലാണ് ഈ വാഹനം സെയിലിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. ഈവൻ ദോ XUV700 കൂടുതൽ കംഫർട്ടബിൾ ആണ്, കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ആൾക്കാർ സ്കോർപിയോ തന്നെയാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. എനിവേ ഗൈസ്, ഇനി അടുത്തായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സുസുക്കി ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14,882 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. 2023 നവംബറിൽ 9,867 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി കഴിഞ്ഞ വാഹനം ഫ്രോങ്സിൻ്റെ സെയിൽ അത്രയധികം അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച്
കുറച്ച് കുറവായിരുന്നു, മിക്കവാറൊക്കെ 10,000-ന് താഴെയായിരുന്നു. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടാണ് പിന്നെയും ഫ്രോങ്സിൻ്റെ സെയിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. കയറി ചില മാസങ്ങളൊക്കെ ബലേനോയൊക്കെ ഇതിന് സെയിലിൻ്റെ കാര്യത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു 14,000-15,000 റേഞ്ചിലാണ് മിക്കവാറും ഇതിന് സെയിൽ വരാറുള്ളത് മാക്സിമം. കൂടിപ്പോവാണെങ്കിൽ ഏതായാലും മാക്സിമം 16,000 അടുത്ത് വരെയൊക്കെ പോയിട്ടുള്ളൂ. 16.5 വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഫ്രോങ്സിൻ്റെ ഒരു ലിമിറ്റ്. പക്ഷേ അത് തന്നെ നല്ല സെയിലാണ്. കാരണം ഇത് ബലേനോയുടെ ഒരു സെയിം അതിൽ തന്നെ ബേസ് ചെയ്ത് വരുന്ന വണ്ടിയാണ്. സെയിം പ്ലാറ്റ്ഫോമാണ്, സെയിം ഇൻറ്റീരിയർ ആണ്. ആകപ്പാടെ എക്സ്റ്റീരിയർ അവർ കുറച്ച് വ്യത്യാസം വരുത്തി എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഏതായാലും 4th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 14,918 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഇവിടെ നമ്മളിപ്പം ബ്രസയും ഫ്രോങ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി ജസ്റ്റ് 36 വാഹനങ്ങളെടുത്ത് ഡിഫറൻസ് വരുന്നുള്ളൂ. ഏതായാലും നവംബർ 2021 ബ്രസയ്ക്ക് സെയിൽ അത്യാവശ്യം കൂടുതലായിരുന്നു. 13,393 വാഹനങ്ങൾ സെയിൽ അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. 1,525 വാഹനങ്ങളുടെ വ്യത്യാസവും 11.39% ഗ്രോത്ത് റേറ്റ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 15,329 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ 2023 14,916 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 413 വാഹനങ്ങളുടെ വ്യത്യാസവും 2.77% ഗ്രോത്ത് റേറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ ഇങ്ങനെ ഡിഫറൻസ് വന്നുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് കുറഞ്ഞത്. പക്ഷേ നെക്സോൺ എന്തായാലും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയിരുന്നപ്പം ഏകദേശം 15,000-നടുത്തൊക്കെ സെയിൽ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. ഈ വർഷം മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 12,000 റേഞ്ചിലാണ് നിന്നിട്ടുള്ളത്. കാരണം പഞ്ചിൻ്റെ സെയിൽ വളരെ കൂടുതലായിരുന്നു, 17-18 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ നൈസായിട്ടും കുറച്ചു. പക്ഷേ ഇപ്പോൾ പിന്നെയും പഞ്ച് നെക്സോണൊക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അത് നമുക്ക് സെയിലിൻ്റെ കാര്യത്തിൽ തീർച്ചയായും കാണാനും പറ്റുന്നുണ്ട്. ഇനി അടുത്തായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഏതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പഞ്ച് തന്നെയാണ്. കഴിഞ്ഞ മാസം പഞ്ചിന് 15,435 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. നവംബർ 2023 14,383 വാഹനങ്ങൾ സെയിലായിരുന്നു. 1,052 വാഹനങ്ങളുടെ വ്യത്യാസം 7.31% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ നമ്മൾ ഗ്രോത്ത് പെർസെൻറ്റേജ് കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അങ്ങനെ ഭയങ്കര ഹൈ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പഞ്ച് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അത്രയും 18,000 റേഞ്ചൊന്നും ഇല്ല എന്നുള്ളൂ. സ്റ്റിൽ സെയിൽ നല്ലതാണ്. ഇനി അടുത്തായി നമ്മുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം തീർച്ചയായും ഹ്യുണ്ടായി ക്രെറ്റ തന്നെയാണ്. കുറേ കാലമായിട്ട് ഈ വണ്ടി ബാക്കി എല്ലാ SUVസിനെ ഓവർടേക്ക് ചെയ്യുന്ന നമ്പർ 1 പൊസിഷനിൽ എത്താറുണ്ട്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ജനറേഷൻ 1 ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ജനറേഷൻ 2 ഫേസ് ലിഫ്റ്റിലാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നല്ല ഡിമാൻഡ് ഇപ്പോഴും ഈ വാഹനത്തിനുണ്ട്. 15,452 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. 2023 നവംബറിൽ 11,814 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 3,638 വാഹനങ്ങളുടെ വ്യത്യാസം 30.79% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റ. നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.